നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് അല്ലേ. അതിൻ്റെ രണ്ട് പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് റൂട്ട് കഴിഞ്ഞു, അതേപോലെ തന്നെ സ്റ്റെമ്മ്, അതിൻ്റെ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ മോഡിഫിക്കേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലുണ്ടാവണം. അതിൻ്റെ എക്സാമ്പിൾസുകൾ, അതേപോലെ അതിൻ്റെ ഡയഗ്രാംസുകളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള പുതിയൊരു ടോപ്പിക്കാണ്, അതായത് ലീഫ് അല്ലേ. ഇനി റൂട്ട് കഴിഞ്ഞു, സ്റ്റെമ്മ് കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റ്സിലുള്ള പാർട്ട് ഏതാ നമുക്കറിയാം അല്ലേ, അതാണ് ലീഫ്. ഒരു ലീഫിൻ്റെ പിക്ചർ നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് വരും ലീഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ നോക്കാം. ആ തണ്ടിൽ നിന്നാണല്ലോ ലീഫ് വരിക. അപ്പോൾ നോക്കാം, ഓക്കെ, ഇതാണ് ഒരു ലീഫ് എന്ന് പറയുക. കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു ലീഫ് ഇങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ലീഫിന് വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ട്. നമ്മൾ ബോട്ടണിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ പാർട്സുകളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ നോക്കുക, ഇവിടെ സ്റ്റെമ്മുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് ലീഫിൻ്റെ സ്റ്റിപ്യൂൾ എന്നറിയപ്പെടുക, സോറി ലീഫ് ബേസ് എന്നറിയപ്പെടുക. ലീഫ് ബേസ് എന്നറിയപ്പെടും. ഇപ്പൊ ലീഫ് ബേസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ ലീഫ് അറ്റാച്ച്ഡ് ടു ദി സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്തിട്ടുള്ള ലീഫിന്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് ലീഫ് ബേസ്. ഓക്കെ, ഇപ്പൊ ലീഫ് ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ലീഫ് അറ്റാച്ച്ഡ് ടു ദി സ്റ്റെം. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം. ദാറ്റ് ഈസ് പീറ്റിയോൾ. ഇതാണ് പീറ്റിയോൾ എന്നറിയപ്പെടും. പീറ്റിയോൾ അതായത് സ്റ്റോക്ക് ഓഫ് ദ ലീഫ്. ലീഫിന്റെ തണ്ടിന് വിളിക്കുന്ന പേരാണ് പീറ്റിയോൾ. എന്താണ്? ലീഫിന്റെ തണ്ടിന്റെ പേരാണ് പീറ്റിയോൾ അല്ലെ. സ്റ്റോക്ക് ഓഫ് ദ ലീഫ് ദാറ്റ് ഈസ് കോൾഡ് പീറ്റിയോൾ. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. സ്റ്റോക്ക്, ലീഫിന്റെ തണ്ടിന് വിളിക്കുന്ന പേരാണ് പീറ്റിയോൾ അല്ലേ. ഇനി ഇതാണ് എൻലാർജ്ഡ് പാർട്ട് ഓഫ് ദി ലീഫ്. ലീഫിൻ്റെ എന്താണ് എൻലാർജ് ചെയ്തിട്ടുള്ള വിസ്താരമുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ലാമിന ഓർ ലീഫ് ബ്ലേഡ്. ലാമിന ഓർ ലീഫ് ബ്ലേഡ്, that is expanded part അല്ലേ. expanded part of the leaf that is called lamina or leaf blade അല്ലേ. അപ്പോൾ ബേസിക്കലി ഈ മൂന്ന് ഭാഗമാണ് ഉള്ളത്. പക്ഷേ ഈ മൂന്ന് ഭാഗത്തിൻ്റെ ചില പ്രത്യേകതകളും അതേപോലെ സ്പെഷ്യലായിട്ട് കാണപ്പെടുന്ന ചില ക്യാരക്ടേഴ്സുകളൊക്കെയാണ് ഇനി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ലീഫ് ബേസിലാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ലീഫ് ബേസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ലീഫ് ബേസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ലീഫ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലീഫ് ബേസിൽ ചില ലീഫ് പോലെ കാണപ്പെടുന്ന മൈന്യൂട്ട് ലീഫ് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചർ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ചെറിയ ലീഫിൻ്റെ പോലുള്ള സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ ചെമ്പരത്തിൻ്റെ ലീഫ് പോയി നോക്കണം. ഇത് ക്ലാസ് കേട്ടിട്ട് ചെമ്പരത്തിൻ്റെ ലീഫ് എടുക്കുക. എന്നിട്ട് ഇത് ലീഫിൻ്റെ തണ്ടാണെന്ന് വിചാരിക്കുക, അതായത് പീറ്റിയോൾ. ഈ പീറ്റിയോളിൻ്റെ രണ്ട് സൈഡിലേക്കും, ഈ സൈഡിലേക്കും അതേപോലെ ഈ സൈഡിലേക്കും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയ ലീഫ് പോലുള്ള സ്ട്രക്ചർ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ലീഫ് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറിനെയാണ് സ്റ്റിപ്യൂൾ എന്നറിയപ്പെടുക. എന്താ വിളിക്കുക? സ്റ്റിപ്യൂൾ. മനസ്സിലായല്ലോ. അപ്പോൾ മൈന്യൂട്ട് ലീഫ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് അറ്റ് ദ ലീഫ് ബേസ്. ഓക്കെ, minute leaf like structure present at the leaf base, that is called a stipule. മനസ്സിലായല്ലോ, സ്റ്റിപ്യൂൾ. ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് ഉണ്ടാവും. ഇത് 2 dimension പിക്ചർ ആണ്. 3 dimensional പിക്ചറിലെ നമുക്ക് രണ്ട് സൈഡും കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോക്ക് കൊണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലേക്ക് ചെറിയ ലീഫ് പോലെ വന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി
പീറ്റിയോളാണ്. സ്റ്റിപ്യൂളിനെ കുറിച്ച് ഒരു പ്രത്യേകത കൂടി നമ്മൾ പഠിക്കാണ്ട്. സ്റ്റിപ്യൂള് ചില പ്ലാന്റ്സുകളിൽ ഡൈക്കോട്ടിലോഡോണസ് പ്ലാന്റ്സ് ആയിട്ടുള്ള പി പ്ലാന്റ്സിലൊക്കെ അതിൻ്റെ സ്റ്റിപ്യൂളിന് കുറച്ച് വണ്ണം കൂടുതലായിരിക്കും, സ്വള്ളൻ ലീഫ് ബേസ് ആയിരിക്കും. അപ്പോൾ നോക്കുക, ഇതുപോലെ തന്നെ ഈ ലീഫ് ബേസിൻ്റെ ഈ ഭാഗം കുറച്ച് വണ്ണം കൂടുതലുണ്ടാവും. ഓക്കെ, സാധാരണ മോണോകോട്ടിലോഡോൺസിൽ കാണപ്പെടാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിനെയാണ് പൾവിനസ് ലീഫ് ബേസ്. ഇങ്ങനെയുള്ള ലീഫ് ബേസിനെ വിളിക്കുന്ന പേരാണ് പൾവിനസ്. അതായത് സ്വള്ളൻ ലീഫ് ബേസ്. സ്വള്ളൻ എന്ന് പറഞ്ഞാൽ എന്താ? വീർത്തത് അല്ലേ? സ്വള്ളൻ ലീഫ് ബേസ് എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയിട്ടുള്ള ലീഫ് ബേസിന് പറയുന്ന പേരാണ് പൾവിനസ്. ഓക്കെ, ഇത് ഡൈക്കോട്ടിലോഡോണസ് ആയിട്ടുള്ള പി പ്ലാന്റ്സിലൊക്കെ കാണപ്പെടുന്ന പിയുടെ ലീഫിലൊക്കെ കാണപ്പെടും. എന്നാൽ ഷീറ്റി ലീഫ് ബേസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ മുള ഒക്കെ ഉണ്ടാവും അല്ലേ? മുളയുടെ തണ്ടിലേക്കാണ് ലീഫ് ബേസ് ചുറ്റിയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് മുളയുടെ തണ്ടാണെങ്കിൽ ലീഫ് ബേസ് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഈ തണ്ടിനോട് ചുറ്റിപ്പണഞ്ഞിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കൂടുതലായിട്ട്, അതേപോലെ ഗ്രാസിൻ്റെ ലീഫ് നോക്കിയാലും മതി. ഗ്രാസിൻ്റെ ലീഫ് ബേസ് വന്നിട്ട് ഈ തണ്ടിനെ ചുറ്റിപ്പൊതിഞ്ഞിരിക്കും, ഒരു ഷീത്ത് പോലെ, ഒരു കവർ പോലെ ചുറ്റിപ്പൊതിഞ്ഞിരിക്കും. അപ്പോൾ അതിനെയാണ് എന്ത് പറയാ? ഷീത്തി ലീഫ് ബേസ് എന്ന് പറയാം. ഷീത്തി ലീഫ് ബേസ്. അപ്പോൾ ബാംബു ട്രീയിൽ, അതേപോലെ ഗ്രാസിൽ, അതൊക്കെ മോണോകോട്ടിലോഡോണസ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ മോണോകോട്ടിലോഡോൺസിൽ എല്ലാ മോണോകോട്ടിലോഡോൺസും ഇല്ല, ചില മോണോകോട്ടിലോഡോണസ് പ്ലാന്റ്സിലെ ലീഫ് ബേസ് ഷീറ്റി ആയിരിക്കും. എന്നാൽ ചില ഡൈക്കോട്ടിലോഡോൺസിൽ ലീഫ് ബേസ് പൾവിനസ് ആയിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ ടേംസുകൾ നമ്മളിവിടെ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? സ്റ്റിപ്യൂൾ ഉണ്ട്, അതേപോലെ പൾവിനസ് ഉണ്ട്, പീറ്റിയോൾ ഉണ്ട് അല്ലേ? അതേപോലെ ലാമിന. ഈ ടേംസുകളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റിപ്യൂള് ലീഫ് ബേസിൻ്റെ രണ്ട് പ്രത്യേകത. ഒന്ന്, സ്റ്റിപ്യൂൾ പ്രസൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത പൾവിനസ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഷീത്തി ലീഫ് ബേസ് ആയിരിക്കും. ഓക്കെ, ഇനി പീറ്റിയോളിനെ കുറിച്ചാണ് പറയാനുള്ളത്. രണ്ടാമത്തെ പാർട്ടാണ്, മെയിൻ പാർട്ടാണ് പീറ്റിയോൾ. പീറ്റിയോൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓഫ് ദ ലീഫാണ് അല്ലേ? നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഫങ്ഷനാണ്. പീറ്റിയോളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, പീറ്റിയോളിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹോൾഡ് ദ ലീഫ് ബ്ലേഡ് അല്ലേ? ലീഫ് ബ്ലേഡിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് പീറ്റിയോളിൻ്റെ ഫങ്ഷൻ. ഇറ്റ് ഹോൾഡ് ദി ലീഫ് ബ്ലേഡ്. ഹോൾഡ്, ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹോൾഡ് ദി ലീഫ് ബ്ലേഡ് ഓർ ലാമിന. ലീഫ് ബ്ലേഡ്. ഇപ്പം ലീഫ് ബ്ലേഡിനെ ഹോൾഡ് ചെയ്താൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അല്ലേ? ടുവേഴ്സ് ദി സൺലൈറ്റിന് അനുകൂലമായിട്ട് ലീഫ് ബ്ലേഡിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് ലീഫ് പീറ്റിയോളിൻ്റെ ഒരു ഫങ്ഷനാണ് അല്ലേ? ഇനി രണ്ടാമത്തെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്പ് ടു ഫ്ലട്ടർ ഇൻ വിൻഡ്. എന്താണ്? ഇറ്റ് ഹെൽപ്പ് ദി ലാമിന അല്ലെങ്കിൽ ഹെൽപ്പ് ദ ലീഫ് ടു ഫ്ലട്ടർ ഇൻ വിൻഡ് എന്ന് വെച്ചാൽ ഇത് ലീഫാണെന്ന് വിചാരിക്കുക, എൻ്റെ കൈപ്പത്തി. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യും? ഇതിനെങ്ങനെ ആട്ടും അല്ലേ? കാറ്റിലിങ്ങനെ ആടിക്കളിക്കും. അപ്പോൾ ഇങ്ങനെ ആടിക്കളിക്കാൻ വേണ്ടി, ലീഫിനെങ്ങനെ പൊട്ടിപ്പോകാതെ ആടിക്കളിക്കാൻ വേണ്ടി അല്ലേ, ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ആരാണ്? പീറ്റിയോളാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇറ്റ് ഹെൽപ്പ് ടു ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ ആടി ഉലയുക. ഫ്ലട്ടർ ഇൻ വിൻഡാണ് അല്ലേ? കാറ്റിൽ ആടി ഉലയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ലീഫിൽ പീറ്റിയോളാണ്. സോ ഇറ്റ് ഹെൽപ്പ് ടു ഫ്ലട്ടർ ഇൻ വിൻഡ്. അപ്പോൾ കാറ്റിൽ ആടി ഉലയാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? പീറ്റിയോളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് രണ്ട് ഫങ്ഷൻ, പീറ്റിയോളിൻ്റെ ഫങ്ഷൻ ഓർത്തിരിക്കുക. പീറ്റിയോൾ എന്താണ് എന്ന് ഓർത്തിരിക്കുക, അതേപോലെ അതിൻ്റെ രണ്ട് ഫങ്ഷൻ. ഇനി മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ലാമിനയെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ലാമിന എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡഡ് പാർട്ട് ഓഫ് ദ ലീഫാണ്. ഇറ്റ് കൺസിസ്റ്റ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതേപോലെ വെയിനും വെയിൻലെറ്റ്സുകളും ഉണ്ടാവും അല്ലേ? ഇവിടെ വെയിൻ ആൻഡ് വെയിൻലെറ്റ്സുകൾ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ വെയിൻസ് എന്ന് പറയുന്നത് ഇതാണ് വെയിൻ. അതായത് നമ്മളെ ശരീരത്തിൽ ഞരമ്പുകൾ ഉണ്ടാവും അല്ലേ?
അതേപോലെ തന്നെ ലീഫിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഞരമ്പുകൾ, അതാണ് ഇവിടെ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വെയിൻ്റെ ബ്രാഞ്ചസുകൾ ഉണ്ടാവും അല്ലേ, അതേപോലെ സൈഡിലേക്ക് ബ്രാഞ്ചസ് ഉണ്ടാവും. ഈ ബ്രാഞ്ചസിനെയാണ് വെയിൻലെറ്റ്സ് എന്ന് പറയുന്നത്, വെയിൻലെറ്റ്സ്. ഓക്കെ, അപ്പോൾ ലാമിന കൺസിസ്റ്റ് വെയിൻ ആൻഡ് വെയിൻലെറ്റ്സ്. ഈ വെയിൻ ആൻഡ് വെയിൻലെറ്റ്സിന് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ കാണപ്പെടുന്ന മിഡിൽ പ്രോമിനൻ്റ് വെയിൻസ്, വ്യക്തമായിട്ട് നമുക്ക് ലീഫ് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന വെയിൻ എന്ന് പറയുന്നത് മിഡ്രിബിലാണ് ഉണ്ടാവുക അല്ലേ, എന്താണ് സെൻറ്റർ പാർട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ മിഡിൽ പ്രോമിനൻ്റ് വെയിൻസിനെ, നന്നായി കാണാവുന്ന വെയിൻസിനെ മിഡ്രിബ് എന്നാണ് അറിയപ്പെടുക. എന്താ അറിയപ്പെടുക? മിഡ്രിബ്. മിഡിൽ പ്രോമിനൻ്റ് വെയിൻസ് ഈസ് കോൾഡ് മിഡ്രിബ്. ഓക്കെ, അപ്പോൾ ലാമിനയിൽ വെയിൻ ഉണ്ട്, വെയിൻലെറ്റ്സ് ഉണ്ട്, മിഡ്രിബ് ഉണ്ട് അല്ലേ. അപ്പോൾ വെയിൻ ആൻഡ് വെയിൻലെറ്റ്സിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ്? ഇറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ് മെറ്റീരിയൽ അല്ലേ, ട്രാൻസ്പോർട്ട് വാട്ടർ, മിനറൽസ് ആൻഡ് ഫുഡ് മെറ്റീരിയൽ. വെയിൻസിലാണ് എന്തുണ്ടാവുക? വെയിനും വെയിൻലെറ്റ്സിലുമാണ് സൈലോം ഫ്ലോയം ഉണ്ടാവുക. മൈന്യൂട്ട് ട്യൂബ്സുകളാണ് അല്ലേ, കുഴലുകളാണ് സൈലോം ഫ്ലോയം. അത് പ്രസൻ്റ് ആയിട്ടുള്ള വെയിൻസിലാണ് അല്ലേ. ലീഫിൻ്റെ ഉള്ളിൽ വരുമ്പോൾ വെയിൻസിലാണ് സൈലോം ഫ്ലോയം ഉണ്ടാവുക. അപ്പോൾ ഇറ്റ് ട്രാൻസ്പോർട്ട് ഫുഡ്, അതേപോലെ തന്നെ വാട്ടർ, അതുപോലെ തന്നെ മിനറൽസ് അല്ലേ. ഇപ്പോൾ വാട്ടർ, മിനറൽസ്, അതേപോലെ ഫുഡ് മെറ്റീരിയൽസ്, ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വെയിൻ ആൻഡ് വെയിൻലെറ്റ്സിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, ഇതാണ് ബേസിക്കലായിട്ട് ലീഫിനെ കുറിച്ച് അതിൻ്റെ ബേസിക് നോളജ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ടൈപ്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കാം, ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് നോക്കാം, ടൈപ്സ് ഓഫ് ലീവ്സ്. ലീഫിൻ്റെ ടൈപ്സിൽ മെയിനായിട്ട് 2 ടൈപ്സ് ആണുള്ളത് അല്ലേ. നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരേ ടൈപ്പാണ് അല്ലേ, പക്ഷെ അങ്ങനെയല്ല. ലീഫിൻ്റെ സ്ട്രക്ചർ, മോർഫോളജി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ടൈപ്പ് ലീഫുകളെ കാണാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ലീഫാണ് അല്ലേ. ഒന്നാമത്തത് സിമ്പിൾ ലീഫ്. സിമ്പിൾ ലീഫ്. ഇപ്പോൾ സിമ്പിൾ ലീഫ്, അതേപോലെ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഉണ്ട് കോമ്പൗണ്ട് ലീഫ്. ഇപ്പോൾ സിമ്പിൾ ലീഫ് എന്താണെന്ന് നോക്കാം ആദ്യം. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റെം അല്ലേ. ഈ സ്റ്റെമ്മിൽ ലീഫ് ഉണ്ടാവും, സാധാരണ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലീഫ്. ഇപ്പോൾ ഈ ലീഫിന് ചിലതിന് റിഡ്ജസും അതേപോലെ തന്നെ ഫറോസും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഉയർച്ച താഴ്ചകൾ ലീഫിൽ കാണാമല്ലോ അല്ലേ. ഇപ്പോൾ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുമല്ലോ ലീഫിൽ. അപ്പോൾ ഇതിൽ ഈ താഴ്ചയെ നമ്മൾ ഇൻസിഷൻ എന്നാണ് പറയുക. ഇൻസിഷൻ താഴ്ചയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഷൻ. അപ്പോൾ ഈ ഇൻസിഷൻ ചില ലീഫിൽ, ഇപ്പോൾ വേറൊരു ലീഫ് ഞാൻ വരക്കാം, ചില ലീഫിൽ ഇൻസിഷൻ ഇതേപോലെ കാണും. ഓക്കെ, ഇതും ഇൻസിഷനാണ് അല്ലേ. കൂടെ നോക്കുക, ഇതും താഴ്ചയാണ്. അപ്പം ഇതിൽ മിഡ്രിബിനെ ടച്ച് ചെയ്യാത്ത ഇൻസിഷനാണുള്ളത്. ദ ലീഫ് മേ ബി എൻഡെയർ. ചില ലീഫ് എൻഡെയർ ആയിരിക്കും, എന്ന് വെച്ചാൽ ഉയർച്ചയും താഴ്ചയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതിൻ്റെ റിഡ്ജസ് എന്താണ്, ബോർഡർ നോക്കുകയാണെങ്കിൽ ഉയർച്ച താഴ്ചകളില്ലാത്ത ലീഫിനെ നമ്മൾ എൻഡെയർ ലീഫ് എന്നാണ് പറയുക. എൻഡെയർ. അപ്പോൾ ലീഫ് മേ ബി എൻഡെയർ ഓർ ഇൻസൈസ്ഡ് ആയിരിക്കും, ഇൻസിഷൻ ഉള്ളതായിരിക്കും. ഓക്കെ, ലീഫ് മേ ബി എൻഡെയർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ഇൻസൈസ്ഡ് ആയിരിക്കാം. ഇഫ് ദി ഇൻസിഷൻ ഡു നോട്ട് ടച്ച് ദി മിഡ്രിബ്, ഈ ഇൻസിഷൻ എന്ത് ചെയ്യാൻ പാടില്ല? മിഡ്രിബിനെ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ ലീഫിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ലീഫ്. സിമ്പിൾ അല്ലേ? എന്ന് വെച്ചാൽ ലീഫ് മേ ബി എൻഡെയർ ഓർ ഇൻസൈസ്ഡ്. The incision do not touch the midrib. That type of leaf is called simple leaf. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കാം, കോമ്പൗണ്ട് ലീഫ്. കോമ്പൗണ്ട് ലീഫ്. കോമ്പൗണ്ട് ലീഫിൽ the incision of the leaves that touch the midrib. Incision of the leaves that touch the midrib. നമ്മൾ ഇതൊരു ലീഫായിട്ട്, ഒറ്റ ലീഫായിട്ട് സങ്കല്പിക്കണം. ഓക്കെ, ഇവിടെ ഇതിൽ റാച്ചിസ്, അതിന് മെയിൻ ആക്സിസ് ഉണ്ടാവും. ഇതിൻ്റെ ഇപ്പോൾ നീം അല്ലേ, ആര്യവേപ്പിലൊക്കെ കാണപ്പെടുന്ന ലീഫ്,
ഇതേപോലെ ഇതിപ്പോൾ ഒരു ലീഫായിട്ട് നമുക്ക് ഒറ്റ ലീഫായിട്ട് സങ്കല്പിക്കാം. പക്ഷേ അത് കോമ്പൗണ്ട് ലീഫായി മാറിയതാണ്. എങ്ങനെയാണ് മാറിയത്? ഈ ലാമിനകൾ, ഇതിനാണല്ലോ നമ്മൾ ലാമിന എന്ന് പറയാം. ആ ലാമിന എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ലീഫ്ലെറ്റുകളായി മാറും. അപ്പോൾ നോക്കുക, ഈ ലാമിന തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ലീഫ്ലെറ്റുകളായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ ലീഫ്ലെറ്റുകളായി മാറും. രണ്ട് സൈഡിലേക്കും ലീഫ്ലെറ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലാമിന ഈസ് ഡിവൈഡിങ് ടു നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ്. ഓക്കെ, that are arranged or attached to the midrib. ഇപ്പോൾ കോമൺ മിഡ്രിബ് അല്ലെങ്കിൽ കോമൺ ആക്സിസിന്, എല്ലാ ലീഫ്ലെറ്റ്സുകൾക്കും ഒരു കോമൺ ആക്സിസ് ആണ് ഉണ്ടാവുക അല്ലേ? ഈ കോമൺ ആക്സിസിനെ നമുക്ക് എന്ത് വിളിക്കാം? റാച്ചിസ് എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? റാച്ചിസ്. റാച്ചിസ് അല്ലേ? തെങ്ങിൻ്റെ ഓല പോലെ തെങ്ങിൻ്റെ ഓലൻ്റെ സെൻറ്ററിൽ എന്താണ് മെയിനായിട്ടുള്ള പട്ട അല്ലേ? അതാണ് റാച്ചിസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാമിന ഈസ് ഇൻസിഷൻ. ശരിക്കും ഈ ലാമിനയുടെ ഇൻസിഷൻ ഇവിടെ ടച്ച് ചെയ്തതാണ് അല്ലേ? അതുവഴിയാണ് ഈ ലീഫ്ലെറ്റ്സുകൾ ഉണ്ടായത്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ലാമിന മൊത്തത്തിലുള്ള ലാമിന ആയിരുന്നു. അതിൻ്റെ ഇൻസിഷൻ, ഇതുപോലെ വന്നിട്ടുള്ള ഇൻസിഷൻ എന്ത് ചെയ്തു? അത് മിഡ്രിബിൽ തൊട്ടു. മിഡ്രിബിൽ തൊട്ടു എന്ന് മാത്രമല്ല, ആ ലാമിനകൾ ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സുകളായി മാറി. അപ്പോൾ ഈ ചെറിയ ലീഫിനെ നമുക്ക് ലീഫ്ലെറ്റ്സ് എന്നാണ് പറയുക. ലീഫ്ലെറ്റ്സ്. ഇപ്പോൾ ലാമിന ഇസ് ഡിവൈഡ് ഇൻസിഷൻ ദാറ്റ് ടച്ച് ദ മിഡ്രിബ് ആൻഡ് ലാമിന ഡിവൈഡ് ഇൻ ടു നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ്. ദിസ് ടൈപ്പ് ഓഫ് ലീഫ് ഈസ് കോൾഡ് കോമ്പൗണ്ട് ലീഫ്. അങ്ങനെയുള്ള ലീഫുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കുക. ഇത് കോമ്പൗണ്ട് ആണോ അല്ലേ എന്ന് എങ്ങനെ അറിയും? ഇപ്പോൾ ഇവിടെ ഇത് സ്റ്റെമ്മ് അല്ലേ? ഈ സ്റ്റെമ്മിലേക്ക് ഇതിപ്പോൾ ഒരു ലീഫായിട്ട് നമുക്ക് സങ്കല്പിച്ചൂടെ? ഒരു സിമ്പിൾ ലീഫായിട്ട് സങ്കല്പിച്ചൂടെ? അങ്ങനെ സങ്കല്പിക്കാം. പക്ഷേ അത് കോമ്പൗണ്ട് ലീഫാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു സൂചന ഇവിടെ ഉണ്ടാവും. അതായത് കോമ്പൗണ്ട് ലീഫിൻ്റെ ബേസിലാണ് സ്റ്റിപ്യൂൾ ഉണ്ടാവുക. മനസ്സിലായോ? ലീഫ്ലെറ്റ്, സ്മോൾ ലീഫ്ലെറ്റ്സ് ഉണ്ടാവുന്നത് ഇവിടെ ആയിരിക്കും കോമ്പൗണ്ട് ലീഫിൻ്റെ. എന്നാൽ സിമ്പിൾ ലീഫാണെങ്കിൽ ഇവിടെയാണ് എന്തുണ്ടാവേണ്ടത്? സ്റ്റിപ്യൂൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്റ്റിപ്യൂൾ ഉണ്ടായിട്ടുള്ളത് കോമൺ ആക്സിസിൻ്റെ ബേസിലാണെങ്കിൽ ഇത് കോമ്പൗണ്ട് ലീഫാണ്. എന്നാൽ ഒരു സിംഗിൾ ലീഫിൻ്റെ ബേസിലാണ് സ്റ്റിപ്യൂൾ ഉണ്ടായതെങ്കിൽ അത് സിമ്പിൾ ലീഫായിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നമുക്ക് കോമ്പൗണ്ട് ലീഫാണോ സിമ്പിൾ ലീഫാണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് വരാം. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് ലീഫ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ സിമ്പിൾ ലീഫ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇനി കോമ്പൗണ്ട് ലീഫിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ? ഒന്നിനെ നമ്മൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയാം. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് പറയാൻ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞത് തന്നെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണ്. അതായത് ലീഫ്ലെറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ഐദർ സൈഡ് ഓഫ് ദി കോമൺ ആക്സിസ്. കോമൺ ആക്സിസിൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് ലീഫ്ലെറ്റ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഉള്ള കോമ്പൗണ്ട് ലീഫിനെയാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ടൈപ്പാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഓക്കെ, പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആക്സിസിൻ്റെ ടിപ്പിലേക്ക് ലീഫ്ലെറ്റ്സുകൾ അറേഞ്ച് ചെയ്യും. കോമൺ ആക്സിസിൻ്റെ ടിപ്പിലേക്ക് ലീഫ്ലെറ്റ്സുകൾ അറേഞ്ച് ചെയ്യും. ഏകദേശം ഒരു പാം ആകൃതിയിൽ, നമ്മളെ കൈപ്പത്തിയുടെ ആകൃതിയിൽ എന്ത് ചെയ്യുന്നു? ലീഫ്ലെറ്റ്സുകൾ കോമൺ ആക്സിസിൻ്റെ ടിപ്പ് പാർട്ടിൽ അറേഞ്ച് ചെയ്യും. ഇങ്ങനെയുള്ള ലീഫ് കോമ്പൗണ്ട് ലീഫിനെയാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയാം അല്ലേ? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് നമുക്ക് നീം എന്നെ എക്സാമ്പിളായിട്ട് പറയാം. നീം, ആര്യവേപ്പ് എക്സാമ്പിളായിട്ട് പറയാം അല്ലേ? പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് സിൽക്ക് കോട്ടൺ പറയാം. സിൽക്ക് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ സിൽക്ക് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടാകുന്ന പൂളമരം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതിനെയാണ് സിൽക്ക് കോട്ടൺ എന്ന് പറയുക. അതിൻ്റെ ലീഫ് നോക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് വരിക. സാധാരണ ടപ്പിയോക്ക, കപ്പയുടെ ലീഫ് ഇതേപോലെയല്ല
അതിൻ്റെ ഇൻസിഷൻ മിഡ്രിബിനെ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ സിൽക്ക് കോട്ടണിലെ ഇൻസിഷൻ മിഡ്രിബ് എന്ന് പറയുന്നത് ഈ കോമൺ ആക്സിസിലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വേർതിരിഞ്ഞ് ഓരോന്നും സെപ്പറേറ്റ് ലീഫ്ലെറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, സിൽക്ക് കോട്ടണിൽ കാണാം, പക്ഷേ നിങ്ങൾ കപ്പയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റ്സിലൊന്നും നമുക്ക് അത് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ലീഫിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ. സിമ്പിൾ ലീഫ് ഉണ്ട്, കോമ്പൗണ്ട് ലീഫ് ഉണ്ട്. കോമ്പൗണ്ട് ലീഫിന് 2 ടൈപ്പ്, പിന്നേറ്റ് ലീഫ് കോമ്പൗണ്ട്, പാമേറ്റ് ലീഫ് കോമ്പൗണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ ടൈപ്സും എന്ത് ചെയ്യാം, പഠിച്ചു വെക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഭംഗിയായി പഠിച്ച് നന്നാംസുകളൊക്കെ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.